അടിയും തിരിച്ചടിയും പ്രഹരമേറ്റ് അമേരിക്കയുടെ നടുവൊടിയുകയാണ്. 2 ദിവസം മുമ്പാണ് പുതിയ യുദ്ധ സ്ഥിതി സാഹചര്യങ്ങളെല്ലാം ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് ആരംഭിച്ചത്. അത് കരാർ ലംഘിച്ചുകൊണ്ട് അമേരിക്ക ഹോർമുസ് വഴി കപ്പലിനെ കടത്താൻ വേണ്ടി അനുവദിച്ചതോടനുബന്ധിച്ചാണ് വിഷയങ്ങൾ മറ്റൊരു തലത്തിലേക്ക് പ്രവേശിക്കുകയും ആ കപ്പലിനെ ഇറാൻ ആക്രമിക്കുകയും ചെയ്തത്. ഇറാൻ ആക്രമിച്ചു, വലിയ രീതിയിലുള്ള തകർച്ച കപ്പലിന് നേരിടുകയും ഇത്തരൊരു സംഭവം ഉണ്ടായാൽ ഇനി ഇതിൻ്റെ ഇരട്ടി പ്രഹരമേൽപ്പിച്ചുകൊണ്ട് കപ്പൽ കത്തിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകി. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ കടത്തിവിട്ട കപ്പലാണ്. അതിനെ ഇറാൻ ആക്രമിച്ചു എന്ന് പറയുന്ന സമയത്ത് അമേരിക്കയെ കപ്പൽ അധികൃതർ ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. അതോടുകൂടി നിൽക്കക്കള്ളിയില്ലാതെ ഇറാൻ്റെ അതിർത്തി കടന്നുകൊണ്ട് അമേരിക്ക ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തി. അത് സൈനിക മേഖല, മിസൈൽ മേഖല, പ്രതിരോധ മേഖല, സർവ്വ മേഖലയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. അത് പേർഷ്യൻ കടലിലുള്ള കപ്പലിൽ നിന്നോ അതല്ലെങ്കിൽ ബഹ്റൈനിലുള്ള 5ാം കപ്പൽ പടയിൽ നിന്നോ ആണ് ആക്രമണം നടന്നത് എന്നുള്ളത് ഏറെക്കുറെ സ്ഥിരീകരിച്ചു. ഈ ആക്രമണത്തോടനുബന്ധിച്ച് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അമേരിക്ക അവകാശപ്പെട്ടു. ആക്രമണം നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇറാൻ സ്ഥിരീകരിക്കുകയും ചെയ്തു. പിന്നീട് ഭയാനകരമായിരിക്കുന്ന തിരിച്ചടിയാണ് ഇറാൻ്റെ ഭാഗത്തുണ്ടായത്. അമേരിക്ക ഇവിടെ മനസ്സിലാക്കുന്ന ഒരു കുരുട്ട് തന്ത്രമുണ്ട്. അഥവാ ഇറാനെയും ഒമാനെയും തെറ്റിക്കുക എന്നുള്ളതാണ് അവരിതിൽ പ്രയോഗിക്കുന്ന ഏറ്റവും വലിയ തന്ത്രം. അതിന് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഇറാൻ്റെ അതിർത്തി കടന്നുകൊണ്ട് തങ്ങൾ കപ്പലിനെ കടത്തിയിട്ടില്ല, തങ്ങൾ കടത്തിയത് ഒമാൻ്റെ അതിർത്തി ചേർന്നുകൊണ്ടാണ്. ഇറാൻ പറയുന്ന കാര്യം ഹോർമുസ് കടൽ അത് ഇറാൻ്റെ പരിധിക്കുള്ളിലാണ്, ഒമാനുമായി ഞങ്ങൾക്ക് ധാരണയുണ്ട്, യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യമായതിനാൽ ഒരു മേഖലയിലൂടെയും കപ്പലിനെ കടത്താൻ വേണ്ടി സമ്മതിക്കില്ല. അപ്പോൾ ഇവിടെ ഏകദേശം 30 മീറ്റർ വീതിയിലും 90 മീറ്റർ നീളത്തിലുമുള്ള ഒരു ചെറിയ തുരുത്ത് പോലെയാണ് ഈ ഹോർമുസ് കടൽ എന്നുള്ളത്. അപ്പോൾ 30 മീറ്റർ ആണെങ്കിൽ 15 മീറ്റർ ഒമാൻ്റെ അതിർത്തിയിലും 15 മീറ്റർ ഇറാൻ്റെ അതിർത്തിയുമായിട്ടാണ് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് എന്ന് വേണമെങ്കിൽ ഭൂമിശാസ്ത്രപരമായ രീതിയിൽ അനുമാനിക്കാൻ പറ്റും. പക്ഷേ ഇതൊരു യുദ്ധഭൂമിയാണ്. യുദ്ധഭൂമിയാകുന്ന സമയത്ത് അതിൻ്റെ കരാർ വ്യവസ്ഥകൾ പാലിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. കഴിഞ്ഞ ആഴ്ച വിയന്നയിൽ നടത്തിയിരിക്കുന്ന ചർച്ചാ സംബന്ധമായ ഒരു കാര്യത്തോടനുബന്ധിച്ച് ഏറെക്കുറെ ഒരു കരാർ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു ധാരണ ഉണ്ടാക്കിയതിൽ ഹോർമുസ് കടൽ കടന്നുകൊണ്ട് ഒരു കപ്പലിനെയും കടത്തിവിടാൻ വേണ്ടി അനുവദിക്കില്ലെന്നും അതിന് സപ്പോർട്ട് ചെയ്യില്ലെന്നും അമേരിക്ക കരാർ വ്യവസ്ഥയിൽ പറയപ്പെട്ടതാണ്. തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മേഖല അശാന്തമാക്കുകയല്ല, പ്രശ്നം ലഘൂകരിച്ചുകൊണ്ട് പ്രശ്നമില്ലാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണ് എന്നതിനാൽ ഈ കാര്യത്തിൽ തങ്ങൾ പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകും എന്ന് പറഞ്ഞ അമേരിക്ക പിന്നീട് ചെയ്തത് അവിടെ ഒരു ഷോർട്ട് വേ ഉണ്ടാക്കാൻ വേണ്ടി നോക്കി എന്നുള്ളതാണ്. അഥവാ ഒരു ബദൽ പാത സൃഷ്ടിക്കുക. ഹോർമുസിന് ഇപ്പുറമായ രീതിയിൽ ഒമാൻ്റെ തീരത്തോട് ചേർന്നുകൊണ്ട് ഒരു ബദൽ പാത സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, അതിനോടനുബന്ധിച്ച് കപ്പൽ കടത്തിവിടുകയും ചെയ്തു. കപ്പൽ കടത്തിവിട്ടിട്ടുള്ള ഒരു പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ നടത്തിയത്. അതിന് തൊട്ട് മുൻപ് ഇറാൻ്റെ തീരം ചേർന്നുകൊണ്ട് 100-ലധികം കപ്പലുകൾ കടന്നു പോയിട്ടുണ്ട്. യാതൊരു വിഷയവുമില്ല. അവർ കാണിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന റൂട്ടിലൂടെയാണ് പോകേണ്ടത് എന്ന് മാത്രം. കാര്യം പല ഭാഗങ്ങളിലും മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മൈനുകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് ആ മേഖലയിലൂടെയാണ് പോകുന്നതെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന വലിയ പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാവും. ചിലപ്പോൾ അത് പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ വലിയ ദുരന്തം ഉണ്ടാവും. മുൻപ് ഇറാൻ്റെ കപ്പൽ ശ്രീലങ്കൻ കടലിനോട് ചേർന്നുകൊണ്ട് മൈനുകൾ വെച്ചുകൊണ്ടാണ് അമേരിക്ക തകർത്തത്. 60-ലധികം ആളുകൾ കൊല്ലപ്പെട്ട ഒരു ഭീകരമായിരിക്കുന്ന ഒരു രംഗമായിരുന്നു അന്നുണ്ടായിരുന്നത്. സമാനമായിരിക്കുന്ന സ്ഥിതികൾ മറ്റുള്ള കപ്പലുകൾക്കും ഉണ്ടാകും എന്നതിനാൽ തങ്ങൾ പറയാത്ത മേഖലയിലൂടെ യാത്ര ചെയ്യരുത് എന്ന് പ്രത്യേകമായിരിക്കുന്ന നിർദ്ദേശം ഇറാൻ
കപ്പൽ കമ്പനികൾക്കും രാജ്യങ്ങൾക്കും നൽകിയിട്ടുണ്ട്. അത് ലംഘിച്ചുകൊണ്ടാണ് ഇവർ ഈ പ്രവൃത്തി ചെയ്തത് എന്നുള്ളത് അനുമാനിക്കുന്നത്. അപ്പോൾ അവരൊരു ബദൽ പാത ഉണ്ടാക്കി കഴിഞ്ഞാൽ അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന്, ഇറാന്റെ സഹായമില്ലാതെ തന്നെ ഹോർമുസ് കടൽ ഉപയോഗിച്ചുകൊണ്ട് കപ്പലിനെ കടത്താനുള്ള സാഹചര്യങ്ങളും സംവിധാനങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അനുമാനിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ വരുന്ന സമയത്ത് പിൽക്കാലത്ത് ഹോർമുസ് എന്നത് ഒരു പ്രതിരോധ സംവിധാനമായി ഇറാൻ ഉപയോഗിക്കാൻ പറ്റാത്ത വിധം അവർക്ക് അതിൻ്റെ സംവിധാനങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും എന്നുള്ളതാണ്. ആ സാഹചര്യത്തിൻ്റെ തുടക്കം അല്ലെങ്കിൽ ഉദ്ഘാടനമാണ് അമേരിക്ക നടത്തിയത്. അപ്പോൾ പറയുന്ന സമയത്ത് അവർക്ക് രാഷ്ട്രീയപരമായ രീതിയിൽ പറയുന്ന സമയത്ത് ഇങ്ങനെ പറയാൻ പറ്റും, തങ്ങൾ ഇറാൻ്റെ അതിർത്തിയോട് ചേർന്നിട്ടോ ഇറാൻ്റെ കടലിടുക്കോ ഉപയോഗിച്ചിട്ടില്ല, ഒമാൻ്റെ കടലിടുക്കാണ്, അതിനവർക്ക് പരാതിയില്ല എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു ബദൽ പാത നിർമ്മിക്കാനുള്ള കുരുട്ട് തന്ത്രം കരാർ വ്യവസ്ഥയ്ക്ക് അപ്പുറമായി അല്ലെങ്കിൽ ലംഘനമായി അമേരിക്ക നടത്തി. ഇതിൽ നിന്ന് ഇറാൻ മനസ്സിലാക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, ഇത്തരമൊരു സംഭവം ആവർത്തിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഹോർമുസ് ഒരു നിയന്ത്രിത മേഖലയാക്കി കാണാൻ വേണ്ടി സാധിക്കുകയില്ല. ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അഥവാ ഒമാൻ്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കപ്പൽ യഥേഷ്ടം കടത്തിവിടും. അമേരിക്ക കടത്തിവിടും. അപ്പോൾ ആ മേഖലയുടെ നിയന്ത്രണം ഓട്ടോമാറ്റിക്കായിട്ട് അമേരിക്കയുടെ കൈവശത്തിലേക്ക് വരും. അമേരിക്കയുമായി ഒരു മൽപ്പിടുത്തം നടത്താനോ ഒരു യുദ്ധം ചെയ്യാനോ ഒരിക്കലും ഒമാൻ തയ്യാറാകില്ല എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം, ഈ ഒരു അവസ്ഥയും എവിടെ ഉണ്ടാവും? ഈ കടൽ ഉണ്ടാവുകയും ചെയ്യും. പിൽക്കാലത്ത് അല്പാൽപമായ രീതിയിൽ തങ്ങളുടെ അതിർത്തിയിലേക്കും ഈ കപ്പൽ സഞ്ചാരം കയറി വരാനുള്ള സാധ്യതയുണ്ട്. വിട്ടുകൊടുക്കുന്നൊരു സ്ഥിതി വന്നാലോ പിന്നീട് ഗസയും അതേപോലെ വെസ്റ്റ് ബാങ്കും ഫലസ്തീന് നഷ്ടപ്പെട്ടതുപോലെയും അത് പിന്നീട് ഇസ്രായേലിൻ്റെ അധിനിവേശത്തിൽ വന്നതുപോലെയുമുള്ള സാഹചര്യം ഉണ്ടാകും. അഥവാ അതിജീവിക്കാനോ പിടിച്ചു നിൽക്കാനോ സാധിക്കാത്തൊരു സ്ഥിതി വിശേഷം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ യുദ്ധം ചെയ്താൽ പോലും അത് പിടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കില്ല. ഈ ഒരു സാഹചര്യ അവസ്ഥകൾ കൃത്യമായി അറിയുന്ന രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അത് അമേരിക്കയുടെ കുരുട്ട് തന്ത്രങ്ങളും അവരുടെ രീതികളും അവരുടെ കരാർ ലംഘനവും കൃത്യമായി മനസ്സിലാക്കിയ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ അവർ വളരെ പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കുകയും അവരെ ആക്രമിക്കുകയും ചെയ്തു. ഈ ആക്രമിച്ചതിന് പകരമായ രീതിയിൽ അമേരിക്ക ഇറാന് നേരെ ആക്രമണം നടത്തി. നമ്മളത് അത് പറഞ്ഞു. ഈ ആക്രമണം നടത്തിയതോടുകൂടി ഇറാൻ അടങ്ങി നിന്നോ? ഇല്ല. ഇറാൻ ആ സമയത്ത് തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഭൂമി കുലുങ്ങുന്ന തരത്തിലുള്ള ആക്രമണ പരമ്പര അമേരിക്കക്കെതിരെ ഞങ്ങൾ നടത്താൻ പോവുകയാണ്, കാത്തിരിക്കണം എന്നുള്ളതൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പോൾ അതിന് സമാനമായ രീതിയിൽ വല്ലാതെ വൈകുന്നതിന് മുൻപ് തന്നെ അമേരിക്കയുടെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടാവുകയും ചെയ്തു. ഇറാൻ ആക്രമിച്ചത് ബഹ്റൈനിലുള്ള അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടും 5ാം കപ്പൽ പടയുടെ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുമാണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ സർവനാശവും മേഖലയിലും തീപിടുത്തം ഉണ്ടായതായിരിക്കുന്ന റിപ്പോർട്ട് അമേരിക്ക തന്നെ സ്ഥിരീകരിച്ചു. അപ്പോൾ പകരത്തിന് പകരം അല്ലെങ്കിൽ അടിക്ക് അടി എന്ന രീതിയിലേക്ക് യഥാർത്ഥത്തിൽ ഇപ്പം മാറിയിരിക്കുന്നു എന്നുള്ളത് ഏറെക്കുറെ കൃത്യമാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഹോർമുസ് കടലിൽ ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു സംഘത്തെ തന്നെ അമേരിക്ക രൂപീകരിച്ചിട്ടുണ്ട്. ആ സംഘമായിരിക്കും ഈ മേഖല നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു. അവരായിരിക്കും ഈ മേഖലയിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് സുരക്ഷിത പാത ഒരുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനിപ്പോൾ അവർ പറയുന്ന കാര്യം, സംഘർഷഭരിതമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തങ്ങൾ തൽക്കാലത്തേക്ക് ഇത്തരം പ്രവൃത്തി ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട് എന്നുള്ളതും, ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ആ പറയുന്ന പോലെയുള്ള പ്രവൃത്തികൾ നടക്കുന്നില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു. കൂട്ടി വായിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ പറയാൻ വേണ്ടി പറ്റും, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലൊരു വിജയം ഈ മേഖലയിൽ കാണിക്കുക എന്നുള്ളത് അവർക്ക് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. ലോകത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇത്തരം ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കേണ്ടത് അനിവാര്യമാണ് എന്നതിനാലുള്ള വലിയ കഠിന ശ്രമമാണ് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊന്നും വിജയിക്കാൻ പറ്റാത്ത രീതിയിൽ പൂമ്പൊടിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഇതിന് പകരമായി അമേരിക്ക ചെയ്യുന്നത് എന്നുകൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു.